ഈ വീഡിയോ തികച്ചും സാങ്കല്പികം മാത്രമാണ്. വ്യക്തികളെയോ സമുദായങ്ങളെയോ ദൈവങ്ങളെയോ ഇതിൽ കളിയാക്കുന്നില്ല. ജസ്റ്റ് ഫോർ ഫൺ. കാണൂ കാണൂ കണ്ട് ആസ്വദിക്കൂ. ദൈവത്തിന് കൂട്ടിരിക്കാനും വേണം തുമ്പത്തുറപ്പ്. മനസ്സിലായോ? എടാ, നീ 4 നേരം എന്റെ ദൈവമേ എനിക്ക് അത് തരണം, എന്റെ ദൈവമേ എനിക്ക് ഇത് തരണം എന്ന് പ്രാർത്ഥിച്ചാ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എടാ, നീ അർഹനാണെങ്കിലേ നിനക്കത് കിട്ടത്തുള്ളൂ. അർഹനാണോ? അർഹനല്ല. നീ ലോകത്തിൽ ജനിക്കാനേ അർഹനല്ല. അത് നിനക്കറിയോ? ഇതൊക്കെ വീടല്ലേ? പറഞ്ഞല്ലേ ഇവിടെ ഇരിക്കും, ഞാൻ തീർന്നില്ല. ചേട്ടൻ മുന്നിൽ പഠിപ്പിച്ചേരാ. ഇങ്ങോട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റ് ഉണ്ടാവും. ലൈറ്റിങ് നീ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിട്ട് എല്ലാ ഞായറാഴ്ച നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്റെ സങ്കടം മാറ്റി തരണേ, ദൈവമേ എന്റെ വിഷമം മാറ്റി തരണേ നീ പറയുന്നു. എന്നെങ്കിലും ഒരു വട്ടം ദൈവത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ, ദൈവം ഓക്കെ ആണോ നീ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നീ എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്? ഇല്ല. നീ നാളെ പള്ളിയിൽ പോകുമ്പോൾ നീ ദൈവത്തിൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടോ ദൈവം ഓക്കെ ആണോ? അപ്പം ദൈവത്തിനും പറയാനുണ്ടാവും 100 കഥകൾ. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോയിരിക്കും, നിങ്ങളുടെ വിശ്വാസം എനിക്കറിയത്തില്ല. അമ്പലത്തിൽ പോയി നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് ഒരു 5-5.5 മണിക്കൂർ ഇങ്ങനെ ക്യൂ നിൽക്കും. അത് ദൈവത്തെ കാണും. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ദൈവത്തെ കാണാൻ ക്യൂ. എനിക്ക് അതാണ് അമ്പലം ഇഷ്ടമല്ലാത്ത, എന്താണ് ഞാൻ പോകാത്ത. ഇങ്ങനെ ഒരു 5-5.5 മണിക്കൂർ ക്യൂ നിൽക്കും. എന്നിട്ട് അങ്ങ് നട തുറക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് കുറെ മുതുകളവിൽ കണ്ണടച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കും. ഈ 5.5 മണിക്കൂർ നിന്നിട്ട് ഇതിനെ കാണാനില്ല ഇവര് വന്ന്. അപ്പൊ ഇത് തുറക്കുമ്പോ കണ്ണടച്ചിന്ന് എങ്ങനെ ശരിയാവുന്നേ? പറയണ്ടേ എന്തേലും. എന്നിട്ട് പറയും, എന്റെ ദൈവമേ എന്റെ ശത്രുക്കളെ. ദൈവം ആരടാ? കൊട്ടേഷൻ ഉണ്ട്. ഗുണ്ടേ. എന്ത് ഗുണ്ടയാണ് ദൈവം? ഗുണ്ടയല്ല ദൈവം, ഗുണ്ടല്ല. നമ്മളിങ്ങനെ ഒരു എപ്പോഴും പ്രാർത്ഥിക്കാവുള്ളൂ, ദൈവമേ എനിക്കത്, ഞാൻ അതിന് അർഹനാണെങ്കിൽ ദൈവമേ എനിക്കത് തരണം എന്ന് പറഞ്ഞാൽ എന്താ? തന്നെ കിട്ടുവാണെങ്കിൽ കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. അതാ ഞാൻ നിന്റെ ഒന്നും കൂട്ട് നാഴേക്ക് 40 തൊട്ട് അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല. ഞാനും നീ എല്ലാം നേരത്തെ പള്ളിയിൽ പൊത്തിക്കും. ഞാൻ ഒരു ദിവസം പോലും അമ്പലത്തിൽ പൊത്തിക്കും. എടാ, നിന്നെ ഒരു 60 വട്ടം നിന്റെ പുറകെ നടന്ന് ബേസിലേ എന്ന് വിളിച്ചോണ്ടിരുന്ന നിനക്ക് ദേഷ്യം വരുമോ? ദേഷ്യം വരും. ഈ ലോകത്ത് 3 ബില്യൺ ആൾക്കാരുണ്ട്. അല്ല എത്ര അങ്ങാണ്ടല്ലയോ? അത്ര ആൾക്കാർ ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവമേ എന്ന് വിളിച്ചോണ്ടിരിക്കുമല്ലേ? ഒരു മനുഷ്യന് ഇങ്ങനെ ടോർച്ചർ ചെയ്ത് അയാൾക്ക് ദേഷ്യം വരുമോ? പിന്നെ പ്രളയം വരാതിരിക്കുന്നേ. എടാ, കാര്യം പറഞ്ഞ മൊണ്ട അടിക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. കുറച്ച് കാര്യം കൂടെ പറഞ്ഞു. മിനമിനിങ്ങിന്റെ പിന്നിൽ ബൾബ് നല്ല 9 വാൾട്ടിന്റെ ബൾബ്.